നമസ്കാരം, ഞാൻ റെൻസ് തോമസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ കൊരട്ടിയിലെ ശ്രീ പാഴായി ജോസഫ് ഏട്ടൻ 90 വയസ്സിന് അദ്ദേഹം മരിച്ചു. അദ്ദേഹം രോഗബാധിതനായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം വലിയ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയോ വലിയ സാമൂഹ്യ പ്രവർത്തകനോ അങ്ങനെയൊന്നല്ല. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ പോയൊരു മനുഷ്യനാണ്. രണ്ടാമത്തെ കാര്യം, GT എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തൊക്കെ 4.5 ക്ലാസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ അപ്പൂപ്പനെങ്കിലും പരിചയമുള്ള ആളുകളുടെ ഫാദറായിട്ടൊക്കെ പരിചയമുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ലാസ് മുറികൾക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു അറിവല്ല ഇദ്ദേഹത്തിന്റെ. അതായത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ചും ബാങ്കുകളെ കുറിച്ചും ലോണിനെ കുറിച്ചും ഒക്കെ ആധികാരികമായിട്ട് നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മരിച്ചുപോയ മൺമറഞ്ഞുപോയ ജോസഫ് ഏട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യകാല ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ രാഷ്ട്രീയത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി തന്റെ അറിവും തന്റെ കഴിവും ഒക്കെ അദ്ദേഹം മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖലകളിൽ 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വളരെ ഒരു 30-35 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് ഞാനിവിടെ ഓർമ്മിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ സർവീസ് സഹകരണ ബാങ്കിൽ നിൽക്കുകയാണ് ഒരു ആവശ്യമായിട്ട്. ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായം എൻ്റെ അമ്മയും കൂടിയുണ്ട്. അപ്പൊ അവിടെ വന്ന ഒരു വ്യക്തിയോട് ഇദ്ദേഹം പറയാണ്, അന്ന് മധുര കോഴ്സിൽ പൈസ എങ്ങണ്ട് കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ പൈസ നമുക്കറിയില്ല, കയ്യിൽ വന്ന പണം പോകുന്ന വഴി അറിയില്ല. ഇപ്പോഴും അങ്ങനെയാണ്. ഇദ്ദേഹം പറയാണ്, ഇതിങ്ങനെ ഒരു കുറച്ച് പൈസ FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ അവർക്ക് ഇത് ഉപയോഗിക്കും. അപ്പൊ അന്ന് കൂട്ടുപലിശയുള്ള അക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ഉള്ള കാലഘട്ടമാണ് FDക്ക്. ഇന്നിപ്പോ അങ്ങനെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ലോണിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, എന്റെ ഫാദർ പറഞ്ഞ ഒരു അറിവനുസരിച്ച് നോക്കണമെങ്കിൽ എന്റെ ഫാദർ മരിച്ചു അദ്ദേഹം കൊരട്ടിയിൽ പലവിധ സംരംഭങ്ങൾ വലിയ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ മോഡേൺ ബ്രെഡിന്റെ ഒക്കെ അസോസിയേറ്റ് ഫ്രാഞ്ചൈസി ഒക്കെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം. മോഡേൺ ബ്രെഡ് ഒക്കെ ഒരു കാലത്ത് വളരെ തിളങ്ങി നിന്നിരുന്ന ഒരു സമയമാണ്. ഇത് മാത്രം അദ്ദേഹത്തിന് കടകളുണ്ടായിരുന്നു, കടമുറികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്, എന്റെ ഓർമ്മ ശരി, അദ്ദേഹത്തിന്റെ മക്കൾ പല രീതിയിൽ, അദ്ദേഹത്തിന്റെ ഒരു മകൻ അച്ഛനാണ്, ഒരു മകനോട് കൊരട്ടി വ്യാപാരി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോ തന്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ തന്റെ അറിവ് കൊണ്ട് തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ. വീണ്ടും ഞാനൊരു ഇൻസിഡന്റ് ഓർമ്മിക്കുകയാണ്. ഞാനൊരു ബാങ്കിനെ കുറിച്ച് എന്തൊരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്നൊരു കാര്യമുണ്ട്. ഈ ബാങ്ക് തുടങ്ങിയത് ആരാണെന്ന് അറിയുന്നത്. അപ്പൊ അന്ന് തൊട്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പൊ എന്തൊരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ കേട്ടാൽ അതിന്റെ പിന്നിലുള്ളത് ആരൊക്കെയാണ്, എന്നാണ് തുടങ്ങിയത്, ചരിത്രമൊക്കെ നമുക്കൊരു അത്യാവശ്യം. അപ്പൊ ഇങ്ങനെ ഒരു ബഹുമുഖ അറിവുള്ളൊരു വ്യക്തിയാണ് ജോസഫ് ഏട്ടൻ. അദ്ദേഹം രോഗബാധിതനായിട്ട് കിടക്കുന്നത്. ഭാര്യ നേരത്തെ മരിച്ചു. അപ്പൊ ജോസഫ് ഏട്ടന് എന്റെ പേരിലും GT എഡ്യൂക്കേഷന്റെ പേരിലും ഈ സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. കാരണം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാലാണ് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് പൈസ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് പൈസ ഉണ്ട്, വീട്ടുകാർക്ക് പൈസ ഉണ്ട്, ബന്ധുക്കൾക്ക് പൈസ, ഇതൊന്നും ഒരു ആവശ്യത്തിന് ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈസ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി അത് സ്വരൂപിക്കണം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹത്തിലൂടെ പങ്കുവച്ചത്. അപ്പോൾ ജോസഫ് ഏട്ടന്റെ മക്കളൊക്കെ ഇപ്പോൾ വളരെ സന്തപ്തരായിരിക്കാം. അദ്ദേഹത്തിന്റെ എല്ലാ മക്കളെയും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പല ബിസിനസ് സംരംഭങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ജോസഫ് ഏട്ടന് ഹൃദയത്തിന്റെ ഭാഷയിൽ GT എഡ്യൂക്കേഷന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.